ആകാശം അന്ധകാരാവൃതമായിരുന്ന കേരള ചരിത്രത്തെ പ്രകാശത്തിന്റെ പൊൻകതിർ ചാലിച്ച ഒരു ദിവസത്തിൽ തെക്കൻ കേരളത്തിൽ ഒരു പ്രകാശ നക്ഷത്രം ഉദയം ചെയ്തു. ബാല്യകൗമാര ദശയിൽ പോലും അത്ഭുതത്തിന്റെ വെള്ളിക്കൊടി പാലിച്ച് ദിവ്യപ്രവൃത്തികളിലൂടെ സഹജീവികൾക്ക് നന്മയും ചേരുന്നത് നൽകി അത്ഭുത പാതയിലൂടെ വിഖ്യാതമായ ക്ഷേത്ര പ്രതിഷ്ഠകളിലൂടെ മനുഷ്യനിലേക്ക് പഠിപ്പിച്ച ചരിത്രപരമായ ജീവിതത്തിലെ ചില അനർത്ഥ നിമിഷങ്ങൾ ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നു. ശ്രീനാരായണ മന്ദിരസമിതി അവതരിപ്പിക്കുന്നു മഹാഗുരു ചരിത്രം. ദിവ്യജനനത്തെ തുടങ്ങി കരുണയുടെ അത്ഭുതത്തിലൂടെ കടന്ന് വിപ്ലവത്തിൽ എത്തി നിൽക്കുന്ന ഇന്ത്യയുടെ ഈ ചിന്തയാത്ര തുല്യയുടെ ജീവിതകാലം വായിച്ചു കഴിഞ്ഞ പാഠമല്ല, അത് ഇന്നും നമ്മെ പഠിപ്പിക്കുന്ന ശാശ്വത പ്രകാശമാണ്. ആ പ്രകാശം നിങ്ങൾ ഏവരുടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ തുടങ്ങുന്നു. ഒരു കോടി ദിവാകരരൊത്തുയരും പടിപാരൊടു നീരനലാദികളും കെടുമാറു കിളർന്നു വരുന്നൊരു നിൻ വടിവെന്നുമിരുന്നു വിളങ്ങിടണം. ഇടനീരു കൺമുന എന്നിലതിന്നടിയൻ അഭിലാഷമുമാപതിയെ ജഡമിന്നിതു കൊണ്ടു ജയിക്കുമിതിന്നിടയില്ലയിരിപ്പതിനൊന്നിലുമേ. ഇന്നലെയോളം ഇല്ലാത്ത ചിന്തകളിന്നെന്റെ ഉള്ളിൽ വന്നിരിപ്പൂ. മാരന്റെ കൂടെ നടന്നിടുമ്പോഴും കുഞ്ഞു കിനാവുകളം കോരിപ്പൂ. ഈ നെഞ്ചിൽ ചായുറങ്ങിടുവാൻ പൈതലെ കണ്ണീമ ചിമ്മാതെ കാത്തിരിപ്പൂ. ചാരത്തോരുണ്ണി ഇങ്ങനെ പെരു വേറും കൊണ്ട് ഇറങ്ങി നടക്കല്ലെന്ന് പറഞ്ഞ പെണ്ണ് കേൾക്കൂല. മാറാ, നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? മോളെ സൂക്ഷിച്ചു പോണം. എന്തിനാണെന്നോ ഏതിനാണെന്നോ മേലാകെ തുള്ളിടുന്നു. ആളുകളൊക്കെ ചോദിക്കുന്ന കേട്ടില്ലേ? മുന്നേ ഒന്ന് വെറുതെ വിട് കുട്ടിയമ്മേ. നിറഞ്ഞിടുന്നു. ഒന്നുമില്ല മോളെ. വൈദ്യരെ, കുട്ടി പെറ്റു. വാടാ. അസാധാരണത്വം ഏതിലും എവിടെ ഉണ്ടാവും. ഇത്
ഒരു ദിവ്യജനനം. സമയം അതാണല്ലോ പറയുന്നത്. എൻ്റെ മനസ്സും അങ്ങനെ പറയുന്നു. കുഞ്ഞിനിടാൻ മനസ്സിൽ എന്തെങ്കിലും പേര് കണ്ടുവച്ചിട്ടുണ്ടോ? നാരായണൻ. ഇതൊരു യുഗപ്പിറവിയാണ്. നക്ഷത്രങ്ങൾ പറയുന്നു, ലക്ഷണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ആകുലതകൾ നിറഞ്ഞ മനുഷ്യരാശിക്ക് ഇവൻ പുതുവെളിച്ചമാകും. അതെ, കണ്ണ് നിറഞ്ഞു കാണുക, കാത് നിറഞ്ഞു കേൾക്കുക. നാരായണൻ, നാരായണൻ, നാരായണൻ. ശരണം ശ്രീനാരായണ ഗുരുവിൻ പാദം ശിവഗിരി തന്നിൽ ജ്വലിച്ചു നിൽക്കും തീരനക്ഷത്ര കിരണം ശരണം. ആദിമഹസിന്നേരാം വഴികൾ അറിവാം വണ്ണം കാട്ടിത്തരുവൻ ആത്മദേവനാം ശ്രീ ഗുരുദേവൻ ഭൂവിലുദിച്ചു വിജയ തേജസായി. അന്നൊരു നാളിൽ ഹർക്കനുദിച്ചു കേരള ഭൂവിനു കിരണമതേകൾ ചെമ്പഴന്തിയിൽ ദിവ്യ തേജസായി ഉദിച്ചുയർന്നൊരു ബാലസൂര്യൻ. അനന്തപുരിതൻ ഭാഗമതത്രേ ചെമ്പഴന്തി എന്നുള്ളൊരു ഗ്രാമം. അവിടെയായി വയൽവാരം വീട് സുപ്രകാശം പരത്തിയിടുന്നു. ാകും ശതാബ്ദമങ്ങനെ മാസം ചിങ്ങം 14-ാം നാൾ പൂർണ്ണ തേജസായി ചതയ നക്ഷത്ര പുണ്യപ്രദനായി. മാടനാശാനും കുട്ടിയമ്മയും ആറ്റുനോറ്റങ്ങു പോറ്റിയ മുത്തെ കാലം 73 വർഷങ്ങൾ ഭൂവിലെ ദിവ്യ പുരുഷ തേജസായി. ഗുരു തവ പാദം ശരണം ശ്രീനാരായണ ഗുരുവിൻ പാദം ശിവഗിരി തന്നെ ജ്വലിച്ചു നിൽക്കും നക്ഷത്ര കിരണം ശരണം. ചക്കരമുത്തം എത്രയോ തന്നോ കുഞ്ഞു കവിളോരം. ഇക്കിളി കൊണ്ടു നീ തുള്ളിച്ചിരിക്കുമ്പോ വാത്സല്യത്തേനൂറും. അവിടെ കിടത്തി എന്താ പറ്റി അവൾക്ക്? ഒന്ന് പറയേ. വൈദ്യർ എവിടെ പോയി? മച്ചമ്മ ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. വൈദ്യശാലയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ടാ പോയത്. അയ്യോ, ഇനി എന്ത് ചെയ്യും? ഇവൾക്ക് എന്താ പറ്റിയ? കറ്റ അടിക്കുന്നതിനിടയിൽ ഒരു വലിയ കരിന്തേള് കടിച്ചതാ. ഭഗവതി, നീ കണ്ടു തെളിനെ? ദേവി നിലവിളിച്ചോണ്ട് വീണേനടെ കണ്ടു. നല്ല വലിപ്പമുള്ള കരിന്തേൾ. നാണു, അയലത്തെങ്ങാനും പോയി കാര്യം അറിയിക്കും. അമ്മേ, 2 വെറ്റിലയും കുറച്ച് തുളസിയിലയും മഞ്ഞളും എടുത്തു വരിക. അമ്മേ, സമയം പാഴാക്കരുത്. സമയവും ഒരു ഔഷധമാണ്. വേഗമാകട്ടെ.
ആശ്വാസമായി. വലിയ അതിശയം തന്നെ. വലിയൊരു അത്യാപത്ത് ഞാൻ ഭയന്നു. നാണു, ഇതെങ്ങനെ? ഇപ്പൊ എങ്ങനെയുണ്ട്? കാലിലെന്തോ കടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ഞങ്ങള് ഭയന്നിരിക്കുകയായിരുന്നു. നാണു ദൈവത്തെ പോലെ രക്ഷിച്ചു. നാണു, നിനക്ക് ഈ സിദ്ധിയെല്ലാം എവിടുന്ന് കിട്ടി? ഞാൻ ധന്വന്തരി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് പ്രകൃതിയിലെ പ്രസാദം കൊടുത്തു. അത്രേ ഉള്ളൂ. കരിന്തേളുടെ കടിയേറ്റ് പലർക്കും മരണം സംഭവിച്ചിട്ടുണ്ട്. ആ കരിന്തേൾ എങ്ങോട്ട് പോയമ്മേ? അരിശം കൊണ്ട് ഞാനതിനെ തല്ലിക്കൊന്നു. വേണ്ടായിരുന്നു. തേളിനറിയില്ലല്ലോ അതിന് വിഷമുണ്ടെന്നും കടിക്കരുതെന്നും. പാവം, അതിനെ രക്ഷിക്കാനായില്ല. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടുമരുമ്പൊരുളേ. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടുമരുമ്പൊരുളേ. പൊരുളെന്നുമുടമ്പൊടു മക്കളുയിർത്തിരളെന്നും ഇതൊക്കെയനർത്ഥകരം കരളീന്നു കളഞ്ഞു കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ. പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടുമരുമ്പൊരുളേ. ജന്മം കൊണ്ട് എല്ലാവരും ശൂദ്രനാണ്. ഒരുവൻ ദ്വിജനാകുന്നത് അവന്റെ കർമ്മം കൊണ്ട്. വേദപാരായണത്താൽ അവൻ വിപ്രനും ബ്രഹ്മജ്ഞാനത്താൽ അവൻ ബ്രാഹ്മണനുമാകുന്നു. എല്ലാരും തുല്യരെന്ന് വന്നാ പിന്നെ നമ്മള് വഴിയാതാരാവില്ലേ നങ്ങേലി? വിദ്യയിൽ നിന്ന് ആട്ടിയകറ്റി നിർത്തിയിട്ടും ഇതാണ് അവസ്ഥയെങ്കിൽ ഇക്കൂട്ടർ വിദ്യ കൂടി അഭ്യസിച്ചാലോ? ശൂദ്രനും വൈശ്യനും അടിയാന്മാരുമെല്ലാം വിദ്യ കൂടി അഭ്യസിച്ചാൽ ഇക്കാലം അത്രയും രാജ്യവും രാജാവും ചൊൽപ്പടിയിലാക്കി നിർത്തിയിരുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠരുടെ വാക്കിന് റാൻമൂളാൻ പിന്നെ ആളുണ്ടായിന്ന് വരില്ല. അടിച്ചമർത്താനും ഇഷ്ടക്കേട് തോന്നിയാൽ കാലെടുത്ത് തൊഴിക്കാനും നമ്മുടെ കാൽച്ചുവട്ടിൽ എന്നും ആള് വേണ്ടേ? ഇതിനെ എതിർക്കണം എങ്ങനെച്ചാലും. വേണ്ടി വന്ന പല്ലും നഖവും ഉപയോഗിച്ച് എന്നെ എതിർക്കണം. പ്രായം അതിന് അനുവദിക്കൂ? ഈഴവരുടെ അവതാര പുരുഷനായി അവരോധിക്കാൻ പോകുന്ന അവനെക്കുറിച്ച് നാം ചിലത് കേട്ടു. മഹാഗുരു. ഒരുവന് പിന്നിൽ അണിനിരക്കാൻ നമ്മൾ അവരെ അനുവദിച്ചുകൂടാ. നമുക്ക് നാളെ തന്നെ അരിവുപുറത്തു പോകണം. വേദവിധികൾ പറഞ്ഞ് ഉത്തരം മുട്ടിക്കണം. ഇനി ആവർത്തിക്കരുതെന്ന് ഭീഷണിപ്പെടുത്തണം. അതുകൊണ്ട് ഫലിച്ചില്ലാച്ച അടുത്ത വഴിയുണ്ട്. പൂജിക്കുന്ന കൈകൾക്ക് പ്രഹരിക്കാനും അറിയാമെന്ന ആ പരിശകൾ അറിയണം, അറിയിക്കണം. ഓ നടക്ക. ശുഭസ്യ ശീഘ്രം. കൈവിടാതെ കാത്തുകൊള്ളവേ നിരന്തരം തൊഴുന്നൊഴി കരങ്ങളിൽ മരങ്ങളിൽ കതിത്ത കാല സത്യമായി വരേണം. മഹാഗുരു മഹാഗുരു മഹാഗുരു
സാക്ഷിയായി വരേണം. മഹാഗുരു, 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 ശിവ 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 സാംബ സദാ ശിവ ശങ്കരലിംഗം കാര്യപരപ്രദോമണലിംഗം സാമ്യവിഹീന സുമാനസലിംഗം തന്മൃദു പാദുചിദംബരലിംഗം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? എന്താ ഈ കാട്ടണേന്ന്? നാം ഒന്നും കാട്ടുന്നില്ല. ഇയാളെന്താ ആളെ കളിയാക്കുക? നാം ഒരു ശിവനെ പ്രതിഷ്ഠിച്ചു. ശിവനോ? തനിക്ക് ഈ പ്രതിഷ്ഠ നടത്താൻ ആരാ അധികാരം നൽകിയത്? താനും തന്റെ കൂട്ടരും ചേർന്ന് ഒരു കല്ലെടുത്ത് വെച്ചാൽ അത് ശിവനാവൂ. വന്നു വന്നിപ്പോ എന്തു ആവാന്നായി. പ്രതിഷ്ഠയ്ക്കുള്ള അവകാശം ബ്രാഹ്മണന്റേതാണ്, ബ്രാഹ്മണന് മാത്രം. നാം കണ്ട വേദങ്ങളിലൊന്നും അങ്ങനൊരു അവകാശം കണ്ടില്ലല്ലോ. അതിന് ശിവപ്രതിഷ്ഠ നടത്താൻ ഈഴവൻ എന്താ അവകാശം? നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണെങ്കിലോ? നീരും നിരന്ന നിലാവും കനൽ കാറ്റുമിട ചേർന്ന സാക്ഷാൽ ചിദംബരം കണ്ടവൻ. നീരും നിരന്ന നിലാവും കനൽ കാറ്റുമിട ചേർന്ന സാക്ഷാൽ ചിദംബരം കണ്ടവൻ. നാഗക്കടലിന്റെ നടുവേ നടന്നു അരികിലേക്കണയുന്നു ശ്രീ ഗുരുദേവൻ. അരികിലേക്കണയുന്നു ശ്രീ ഗുരുദേവൻ. ഒരു മതവും അന്യമല്ലെന്നും മനുഷ്യരിൽ ഉച്ചനീചത്വങ്ങളിൽ എന്നും അരുളുവാൻ. ഒരു മതവും അന്യമല്ലെന്നും മനുഷ്യരിൽ ഉച്ചനീചത്വങ്ങളിൽ എന്നും അരുളുവാൻ. യുഗപുരുഷനായി നെഞ്ചിലറിവിന്റെ നേരായി വചനവും കർമ്മവും കോർത്തു ഗുരുദേവൻ. വചനവും കർമ്മവും കോർത്തു ഗുരുദേവൻ. ഒരു മതവും അന്യമല്ലെന്നും മനുഷ്യരിൽ ഉച്ചനീചത്വങ്ങളിൽ എന്നും അരുളുവാൻ. നീ നടക്കുമ്പോൾ എറുമ്പു പോലും നൊന്തു പോകാതിരിക്കണമെന്നു ചൊല്ലി. നീ നടക്കുമ്പോൾ എറുമ്പു പോലും നൊന്തു പോകാതിരിക്കണമെന്നു ചൊല്ലി. നീ ചിരിക്കുമ്പോൾ ആരും കരയുവാരാകേണമെന്നോതി ഗുരുദേവൻ. ഇടവരാകേണമെന്നോതി ഗുരുദേവൻ. ഒരു മതവും അന്യമല്ലെന്നും മനുഷ്യരിൽ ഉച്ചനീചത്വങ്ങളിൽ എന്നും അരുളുവാൻ. കാട്ടുതീയാളി പടർന്നു കത്തുന്നൊരു ആത്മവനത്തിൽ വന്നാലംബമേകി. കാട്ടുതീയാളി പടർന്നു കത്തുന്നൊരു ആത്മവനത്തിൽ വന്നാലംബമേകി.
യുഗപുരുഷ